അമ്മച്ചീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു മത്തി കുറച്ച് കിട്ടി. അപ്പോൾ അതുകൊണ്ടൊരു ബജി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു 45 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്ന് മറന്നുപോയി, എന്നാലും ഞാൻ പഴയ ഓർമ്മ വെച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ ചേരുവയൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന രീതിയെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് പിന്നെ ഓക്കെ, നമുക്കിനി ആ ഫിഷ് ബജി എങ്ങനെയാണ് നമ്മൾ കണ്ടല്ലോ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. സത്യത്തിൽ ഇതിന് പോരായ്മ വരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പണ്ടത്തെ 19 വർഷം മുമ്പുള്ള ഒരു ഐഡിയയാണ് കേട്ടോ. അത് കുറച്ച് ചെറിയ മീൻ കിട്ടി. അപ്പോൾ ഇതാണ് മുള്ളോടുകൂടി വറുത്തത്തിന്. മത്തിക്കുഞ്ഞാന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മത്തി അറിയുന്നവർ. കേരളത്തിലെ അധികം ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിഷാണിത്. അപ്പോൾ ഇതിന് ഞാൻ ചേർത്തത്, ഞാൻ ഇതെടുക്കാൻ വിചാരിച്ചിരുന്നത്, അതുകൊണ്ട് കാണിച്ചില്ല കേട്ടോ. കുറച്ച് റവയാണ്, കാണുന്നുണ്ടല്ലോ, റവയാണ്. അതിലൂടെ മുളക് പൊടി ഇട്ടു, കുറച്ച് കോൺഫ്ലവർ ഇട്ടു, ഉപ്പിട്ടു, പിന്നെ ഇത്രയും സാധനം ഇട്ടുള്ളൂ കേട്ടോ. ഇത് നനച്ചിട്ടിടണോ നനയ്ക്കാതിടണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ഞാൻ നനയ്ക്കാതെ തന്നെ ഇടുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് പുരട്ടി വെക്കുമ്പോൾ ഇതേതായാലും ഒന്ന് പൊതിഞ്ഞിരിക്കും കേട്ടോ. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ ഇതൊന്ന് ഇളക്കി അങ്ങ് വെക്കാം. ഇളക്കി വെച്ച് കഴിയുമ്പോഴേ ഇതൊന്ന് പൊതിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് സമയം ഇതങ്ങനെ ഇരിക്കട്ടെ, ഒരു 10-20 മിനിറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് പിടിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് പിടിക്കും. അപ്പം ഒരു 20 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് എനിക്ക് ബാക്കി കുറച്ച് മീനുണ്ട്, അത് മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, അതും നടക്ക് ഇതും നടക്കും. ശരി. അപ്പോഴേ നമ്മളത് പുരട്ടി വെച്ചൊരു 10-20 മിനിറ്റായി. ഇത് പച്ച റവയായിരുന്നു പണ്ടൊക്കെ ചേർക്കുന്നത്, ഇത് വറുത്ത റവയാണ്. അതുകൊണ്ട് അത്രയും സക്സസ് ആയില്ല. എങ്കിലും നമുക്ക് വറുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കോൺഫ്ലവറും ചേർത്ത് ഇച്ചിരി വെള്ളവും തളിച്ചു. അതുകൊണ്ട് ഇത് ശരിയായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. വറുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ. അപ്പോഴേ നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഞാനൊരു പരീക്ഷണം പറഞ്ഞില്ലേ, 50 വർഷത്തിന് മുമ്പ് കേട്ടതോ കണ്ടതോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഞാനൊന്ന് ട്രൈ ചെയ്തു. പിന്നെ വറുത്ത് കോരിയെല്ലാം വെച്ചു. ഒരു കാര്യം ചെയ്യേ, എൻ്റെ കൊച്ചുമാനുണ്ട്, അവനും തിന്നിട്ട് അഭിപ്രായം പറയട്ടെ. ഇന്നിവിടെ അഭിപ്രായം പറയാൻ ആരും ഇല്ലല്ലോ. കണ്ടോ, നല്ല ക്രിപ്സിയല്ലേ? ഒച്ച കേൾക്കുന്നുണ്ട് കടിക്കുന്നതിൻ്റെ. അപ്പോൾ നല്ല വറുത്ത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ കുഞ്ഞു മത്തി ധാരാളം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് ഒരു വെറൈറ്റിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമായിരിക്കും കടിച്ച് തിന്നാൻ. അപ്പോൾ അവന് മീൻ വറുത്തത് പിന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വേറെ വറുത്തമുണ്ട്, എങ്കിലും ഇതിങ്ങനെയൊന്നും ഈ മോഡലൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഓക്കേ.